ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി അതിൻ്റെ റിസൾട്ടുകളെ കുറിച്ച് പറയുകയാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ നമ്മൾ ബോഡി വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ വരുന്നത് BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഉയരവും ഭാരവും തമ്മിലുള്ള അനുപാതമാണ് ഈ BMI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 18.5 ടു 24.9 ആകുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയായ ജീവിതശൈലിയും ആഹാര ക്രമീകരണത്തിലൂടെയൊക്കെ നമുക്ക് ഈ BMI ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞാൽ ജീവിതശൈലി പറയുമ്പോൾ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. ഒരു ദിവസം 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക എന്നതിലുപരി വെള്ളം കഴിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതേപോലെ നല്ല ഉറക്കം, ദിവസവും 7 to 8 മണിക്കൂർ നന്നായി ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ഉറക്കക്കുറവ് വരുമ്പോൾ നമുക്ക് ഭാരക്കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. അപ്പം നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുക, യോഗ, ധ്യാനം ഇതൊക്കെ ഒന്ന് ശീലമാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ ഇത് കറക്റ്റായി വരും. പിന്നെ അതേപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മൾ കുറച്ച് എക്സർസൈസ് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നടത്തം, നീന്തൽ, സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ശരീരം വിയർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു എക്സർസൈസ്. പിന്നെ അതേപോലെ പേശികളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു എക്സർസൈസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ ജീവിതശൈലിയുടെ കാര്യങ്ങൾ. ഇനി അതേപോലെ ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ നമ്മൾ പച്ചക്കറികൾ, പഴങ്ങളൊന്നും ദിവസവും എല്ലാ ഇതും കറക്റ്റാക്കി എടുക്കാറില്ല. അത് നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ പഞ്ചസാരയും കൊഴുപ്പും കുറയ്ക്കുക. ഇപ്പം നമ്മൾ മധുരപാനീയങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്തവയൊക്കെ ഒന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നാൽ ഓക്കെ ആവും. പിന്നെ അതേപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പം മുട്ട, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ ഐറ്റം കൂടുതലുണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരിഭക്ഷണം കുറയ്ക്കാനായിട്ട് അവിടെ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീൻ അവിടെ കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ 4 ഇഡ്ഡലി കഴിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ 2 ഇഡ്ഡലി കഴിക്കുമ്പോഴത്തേക്കും തന്നെ ആദ്യം നമുക്ക് പ്രോട്ടീൻ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മതി എന്നുള്ളത് കാണിക്കും. അപ്പം നമുക്കങ്ങനെ ഭക്ഷണം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ 2 ഇഡ്ഡലി എടുത്ത് 2 മുട്ട അതിനോടൊപ്പം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ അവിടെ കിട്ടി. പിന്നെ അതേപോലെ മെയിനായിട്ട് പറയുന്നത് പാചക എണ്ണകൾ. ഇപ്പം നമ്മൾ ഉപ്പ്, എണ്ണയൊക്കെ മിതമായ അളവിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കണക്കാക്കുന്ന രീതിയുണ്ട്. നമ്മുടെ ഹൈറ്റ് -100 കൊടുത്താൽ നമുക്കവിടെ കിട്ടും. ഇനി അതല്ല എങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരം നോക്കുക. ഉയരത്തിന് നമ്മളിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്, അതിന് മീറ്ററിലാക്കുക. എന്നിട്ട് ഉയരം ഹരിക്കണം ഇപ്പം മീറ്റർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 70 കിലോ വെയിറ്റുള്ള ഒരാൾ 170 ആണ് ഹൈറ്റെങ്കിൽ 1.7 ആക്കി ചെയ്യുക. അപ്പം 70 ഹരിക്കണം 1.7 × 1.7 കൊടുത്താൽ 70 ഹരിക്കണം 2.89, അപ്പം അവർക്ക് 24.22 എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ഇതിലുള്ള ഇതിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് 39.9 BMI വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 25 മതി. അപ്പം നമുക്കവിടെ 15 ആ വ്യക്തിക്ക് കുറവാക്കാനുണ്ട് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ അളവുകൾ എന്നുള്ളത് BMIയുടെ അളവ് പറയുന്നത് 18.5 താഴെയാണെങ്കിൽ ഭാരക്കുറവാണ്. 18.5 ടു 24.9 വന്നാൽ ആരോഗ്യകരമായ ഭാരം നോർമലാണ്. ഇനി അത് 25-ന് മുകളിൽ 29.9 വരെ വന്നാൽ അത് അമിത ഭാരത്തിലോട്ട് വരും. 30-ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടിയിലോട്ട് വരും. അപ്പം നമ്മൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന ഈ BMIയും ഇതൊന്ന് കറക്റ്റാക്കി പോയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഒരേപോലെ കറക്റ്റാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു അവസരം കറക്റ്റ് ഉപയോഗിക്കുക. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അമിതവണ്ണം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ അമിതവണ്ണവും പൊണ്ണത്തടിയൊക്കെ കുറച്ച് ആരോഗ്യകരമായൊരു ജീവിതശൈലിയിലോട്ട് വരാനായിട്ട് സാധിക്കും.